എഴുത്ത് വെറുമൊരു തൊഴിലല്ല, അതൊരു വിപ്ലവമാണ് എന്ന് തെളിയിച്ച ഒരാളുണ്ട്. സ്ത്രീകൾ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടണമെന്ന് സമൂഹം സൃഷ്ടിച്ച കാലത്ത് അധികാരത്തിന്റെ അകത്താളങ്ങളിലെ അഴിമതിയെ നോക്കി വിരൽ ചൂണ്ടിയവൾ, പേനയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ലണ്ടനിലെ ആക്ഷേപഹാസ്യത്തിന്റെ രാജ്ഞി ഡെലിരിവിയർ മാൻലെ. പുരുഷ എഴുത്തുകാർ മാത്രം ഭരിച്ചിരുന്ന പത്രപ്രവർത്തന ലോകത്തേക്ക് തന്റേടത്തോടെ നടന്നുകയറിയ മാൻലെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ തന്നെ വിറപ്പിച്ചു. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. 1663 ജേഴ്സിയിലാണ് ഡെലിരിവിയർ മാൻലെയുടെ ജനനം. സർ റോജർ മാൻലെയുടെ മകളായി ജനിച്ച അവൾക്ക് സാമൂഹിക സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായി കഷ്ടതകൾ ഉണ്ടായിരുന്നു. അമ്മയുടെ വേർപാടും തകർന്നുപോയ ദാമ്പത്യവും അവളെ തളർത്തിയില്ല. പകരം അവൾ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലത്ത് വായനയിലൂടെ അവൾ ലോകത്തെ അറിഞ്ഞു. താൻ എഴുതുന്നത് കേവലം കഥകളല്ല, മറിച്ച് സമൂഹത്തിന്റെ നേർക്കാഴ്ചയാവണമെന്ന് അവൾ തീരുമാനിച്ചു. മാൻലെ എന്ന പേരിനു പകരം അവൾ സ്വയം ഡെലിയ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ടോറികളും വിഗുകളും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം മുറുകിയ കാലം. ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായ ലഘുലേഖകളിലും പത്രങ്ങളിലും മാൻലെ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. ടോറി പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് അവൾ നിരവധി ലഘുലേഖകൾ എഴുതി. പുരുഷ എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി താൻ ഒരു സ്ത്രീയാണെന്ന ബോധത്തോടെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിയെ അവൾ ചോദ്യം ചെയ്തു. ദി എക്സാമിനർ എന്ന പത്രത്തിന്റെ എഡിറ്റർ പദവി വരെ മാൻലെ അലങ്കരിച്ചു. രാഷ്ട്രീയത്തിന്റെ അകത്താളങ്ങളിലെ അഴിമതിയും കപടതയും അവളുടെ മൂർച്ചയുള്ള വാക്കുകൾക്ക് ഇരയായി. 709 പ്രസിദ്ധീകരിച്ച ദി ന്യൂ അറ്റ്ലാന്റിസ് മാൻലെയെ പ്രശസ്തിയുടെയും വിവാദത്തിന്റെയും കൊടുമുടിയിലെത്തിച്ചു. ഒരു സാങ്കല്പിക ദ്വീപിന്റെ കഥ പറയുന്ന രൂപത്തിൽ ഇംഗ്ലണ്ടിലെ അധികാരവർഗത്തെ അവൾ നഗ്നമാക്കി. അധികാരികൾ പ്രകോപിതരായി. അവഹേളന കുറ്റത്തിന് മാൻലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവിടെയും അവൾ പതറിയില്ല. തന്റെ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണെന്ന് അവൾ വാദിച്ചു. അവസാനം കുറ്റാരോപണങ്ങൾ ഒഴിവാക്കപ്പെട്ടു. മാൻലെയുടെ ധൈര്യത്തിനു മുന്നിൽ അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ബുദ്ധിവൈഭവത്തിന്റെ സുന്ദരത്രയം എന്ന് വിളിക്കപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളായി അവൾ മാറി. തനിക്ക് സത്യം പറയാനുള്ള അവകാശമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മാൻലെ 1724 ജൂലൈയിൽ അന്തരിച്ചു. ഒരു കാലത്ത് വിവാദ എഴുത്തുകാരിയായി മുദ്രകുത്തപ്പെട്ട അവൾ ഇന്നൊരു പ്രോട്ടോ ഫെമിനിസ്റ്റായാണ് അടയാളപ്പെടുത്തുന്നത്. സ്ത്രീകൾക്ക് മാധ്യമരംഗത്തേക്ക് കടന്നുവരാൻ മാൻലെ ഒരു വഴിവിളക്കായി. എഴുത്തിനെ ഒരു സാമൂഹ്യ പ്രതിരോധമാക്കി മാറ്റാമെന്ന് അവൾ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു. ചരിത്രം മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും ഡെലിരിവിയർ മാൻലെയുടെ വാക്കുകൾ ഇന്നും വിപ്ലവകാരികൾക്ക് പ്രചോദനമാണ്. അധികാരത്തിനു മുന്നിൽ തലകുനിക്കാത്ത, സത്യം വിളിച്ചു പറയാൻ മടിക്കാത്ത ഓരോ തൂലികയിലും മാൻലെ ഇന്നും ജീവിക്കുന്നു. എഴുത്ത് ഒരു വിനോദമല്ല, മറിച്ച് അനീതിക്കായ ഏറ്റവും വലിയ ആയുധമാണെന്ന് ആ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.